ഡയറക്ടറും അതൊക്കെ അറിയാം. ആന്റണി വർഗീസ് പെപ്പെ, പിന്നെ അർജുന അശോകൻ, പിന്നെ സാഗർ, വള്ളിജി. എന്താണ് പുതിയ വിശേഷങ്ങൾ? എന്താണ് പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? നല്ല വിശേഷം. നല്ല ഇഷ്ടം. ഹായ്. നല്ല വിശേഷം. സോറി എന്റെ ഫാൻസ്. ഞങ്ങളൊരു ഫിലിം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. സെൽഫി എടുക്കാൻ ഒരാൾ വന്നിട്ട് ആരുടെ എന്റെയാണോ വിഷ്ണു ചേട്ടൻ? ഇതിലല്ലേ വന്ന് താങ്ക് യു. ഗായത്രി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ മൊത്തത്തില്? അതെ അല്ലേ? എവിടെ കണ്ടാലും സെൽഫി എടുക്കാനൊക്കെ ഓടി വന്ന ആൾക്കാർ. പിന്നെ വിഷ്ടനും ഉണ്ടല്ലോ കൂടെ. ആര്? വിഷ്ടൻ. എന്നിട്ട് വിഷ്ടൻ അങ്ങനെയാണ് വിളിക്കുക? അങ്ങനെ വിളിക്കാം. എന്താ കാരണം എന്നറിയോ? വിഷ്ണു ചേട്ടൻ. വിഷ്ടൻ. വിഷ്ണു ചേട്ടൻ എന്ന് വിളിക്കാൻ വയ്യ. ഇഷ്ടമാണോ അങ്ങനെ വിളിക്കണൊക്കെ? ഗുഷ്ടി ഗായത്രി എന്നെന്താ വിളിക്കാന്ന് പറഞ്ഞോളൂ. എന്നെന്താ വിളിക്കുക? ഗായു അല്ല താങ്കൾ എന്നെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ. ഗുഷ്ടൻ. ഗുഷ്ടി. ഗുഷ്ടിയല്ല, ഗുഷ്ടൻ. അത് വിളിക്കുന്നതിന് തിരിച്ചു വെറുതെ അങ്ങനെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. അപ്പോൾ ഈ കുറെ കാലത്തിന് ശേഷം മലയാളികൾക്ക് ഭയങ്കര വലിയൊരു രീതിയിലുള്ള ക്ലാഷ് റിലീസാണ് ഈ ഓണത്തിന് വരാൻ പോകുന്നത്. ബാക്കിൽ 2 ചിത്രങ്ങൾ കണ്ട, ഒന്ന് ഖലീഫും ഒന്ന് അയാം ഗെയിം. അത് കൂടാതെ നീംചാട്ടിൻ്റെ ഒരു പടം വരുന്നുണ്ട്, ബദ്ലേം വിടും. അപ്പോൾ ഇതൊക്കെ കുറേ ദിവസമാണ് റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് പടം ഏതാ കാണാം? ഫസ്റ്റ് പടം എന്തായാലും 3 എന്തായാലും എല്ലാവരും എല്ലാ പടം കാണും. ഫസ്റ്റ് എന്തായാലും ഒരു പടം കാണുമല്ലോ. ഏതായിരിക്കും? അങ്ങനെ ഇല്ല. അന്ന് ഇപ്പൊ ഏതാണ് ഞങ്ങളിപ്പോ നമ്മളൊറ്റക്ക് ഒരിക്കലും സിനിമക്ക് പോവാറില്ല. അപ്പൊ നമ്മള് കൂട്ടത്തില് എങ്ങനെയാണ് ഏതാണ് ആദ്യം സെറ്റ് ആവണത് അതങ്ങ് പോയി കാണും. എന്തായാലും എല്ലാ പടം കാണേണ്ടി വരും. ഫസ്റ്റ് ഏതാ കാണാ? അതാ പറഞ്ഞ അങ്ങനെ ഇല്ലടാ. ഗായത്രി ഫസ്റ്റ് പടം നീമ്പൊളിന്റെ പടമായിരിക്കും. നീമ്പൊളി പേരാണ്. പക്ഷെ ആദ്യം നീമ്പോളിന്റെ അല്ല, ദുൽഖറും പൃഥ്വിരാജാണ് ആദ്യം പേരിനാ പോണത്. ഖലീഫും അയാം ഗെയിം. അപ്പൊ ഏതാ കാണാ? ഞാൻ കുറച്ച് ദിവസമായിട്ട് പൃഥ്വിരാജിന്റെ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വളരെ ഫാനായി മാറിക്കൊണ്ടിരിക്കുക. സോ ദെൻ ഐ വിൽ ഗോ ഫോർ ഐ എം ഖലീഫ. നോ ഒഫൻസ് ടു ഐ എം ഗെയിം. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഐ എം ഗെയിം പക്ഷെ പ്രതീക്ഷകള് നീമ്പോളിയുടെ പടത്തിലായിരിക്കും അല്ലേ കുറച്ചും കൂടി ഇഷ്ടം, കാണാൻ ഇഷ്ടം? അത് വേറൊരു ജോണറാണല്ലോ. നിവിൻ ചേട്ടന്റെ കംഫർട്ട് സോൺ ആണ്. സോ അതിനെന്തായാലും അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടാവും. മറ്റേത് 2 മാസ് മസാല കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. സോ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി ടഫ് ടു ക്രിയേറ്റ് എ മാസ് മസാല കമേഴ്ഷ്യൽ എന്റർടൈനർ. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. നാളെ ടീസർ ഇറങ്ങാണ്. ഓ അത് സൂപ്പറാവും. കാരണം ദുൽഖർ ആൻഡ് അതിന്റെ ഡയറക്ടറും നഹാസ്. അതൊക്കെ അറിയാം. നീ എന്ത് വിചാരിച്ചു ഗായത്രി പറ്റി? PSCക്ക് പോലും ഇത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ വിശേഷങ്ങൾ? സന്തോഷം. താങ്ക് യു ഫോർ കമ്മിങ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓണപരിപാടികളൊക്കെ? ഓണപരിപാടി എന്താ? ഓണപരിപാടി ഫോട്ടോഷൂട്ട്. മാർവൽ മൂവീസ് ഒക്കെ കാണുന്ന ആളാണ്? 2 ആൾക്കാരും സ്പൈഡർമാനൊക്കെ കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് അങ്ങനെ കാണാറ്. മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഡിസ്കോനെ പറ്റി നിലവിൽ എന്താ പറയാൻ പറ്റുന്നത്? ഡിസ്കോ ഡേറ്റ് നവംബറിലൊക്കെ ആയിരിക്കും. കുറേ അധികം താരങ്ങൾ, ശ്രീനാഥ് വാസി, എന്താണ് വിഷ്ണു ചേട്ടൻ, പിന്നെ ആരൊക്കെ, ആന്റണി പെപ്പെ, ലുക്മാൻ, അങ്ങനെ കുറേ അധികം താരങ്ങളുണ്ടല്ലോ. കുറേ അധികം താരങ്ങൾ ഇതേപോലെ ഒരുമിക്കുന്ന പടമാണ്. ഭയങ്കര ഫൈറ്റാണ്. മെക്സിക്കൻ ടൈപ്പ് പടം എന്നൊക്കെ കേൾക്കുന്നു. ഭാരതല്ല, അതല്ല ഒരു വേറൊരു മൂഡ് പടം. അപ്പൊ അതായത് അഞ്ചക്കള്ളക്കോക്ക എടുത്ത ഡയറക്ടറാണ് ഇത് എടുക്കാൻ പോണത്. അതായത് അപ്പോൾ എങ്ങനെയുണ്ട് അതിന്റെ ഒരു മേക്കിംഗ് പരിപാടികളൊക്കെ? വേറെ രീതിയിൽ ടോട്ടലി വേറൊരു പരിപാടിയാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന്റെ ഷൂട്ട് തന്നെ. ആ സിനിമയും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എത്രത്തോളം കിൻഡലിടി കാണാൻ പറ്റും? അതോ സ്റ്റൈലിഷ് ഇടിയാണോ, കിൻഡലിടിയാണോ? ഫുൾ ഫൈറ്റ് എന്നാ പറഞ്ഞത്. ചോരക്കളി കുറെ ഫൈറ്റ് ഉണ്ട് അതിൽ. കിൻഡലും ഉണ്ട്, സ്റ്റൈലിഷും ഉണ്ട്, നാടനും എല്ലാം ഉണ്ടാവും. എത്ര അടി കൊണ്ടാ? കുറച്ച് പരിപാടി, കുറച്ച് ഇതുവരെ ചെയ്തതിലുള്ള ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യണ പടം ഡിസ്കോ ആണ്. അതിപ്പോ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, അത് ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ്.
ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഓരോരുത്തർ ഉള്ള കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പടം കാണാൻ എന്തായാലും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളല്ലെങ്കിലും ഒന്നും പറയല്ല, നീ തന്നെ ഓരോ ചോദ്യം ഞങ്ങൾക്ക് കിട്ടുന്ന അപ്ഡേഷൻ ഒക്കെ ചോദിക്കും. പുള്ളിയുടെ ചോദ്യം കേട്ടില്ലേ, ബദലേം യൂണിറ്റ് ആയിരിക്കുമല്ലേ കുറച്ചുകൂടി എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് വളരെ ഹണ്ടിങ് ആയിട്ടുള്ള ഒരു ഇത്. അതെ നന്നായി കൊള്ളാം. ആരെങ്കിലും കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞാ നിലവിൽ കാണുന്ന ആ കാസ്റ്റ് ഒന്ന് റിവീൽ ചെയ്യാവും. അതായത് പോസ്റ്ററിൽ ഓൾറെഡി കുറെ കാസ്റ്റിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അത് പോസ്റ്ററിലുണ്ടല്ലോ, അവരൊക്കെ ഉണ്ട്. ആരൊക്കെ എന്ന് പറഞ്ഞത് അത് വാക്കാൽ പറയുമ്പോ അതിനുള്ള ഒരു effect. ലുക്മാൻ, ആ, ദേവ് മോഹൻ, ആ, ആന്റണി വർഗീസ് പെപ്പെ, ഉം, പിന്നെ അർജുന അശോകൻ, ആ. പിന്നെ സാഗർ സൂര്യ. സാഗർ, പിന്നെ ഗായത്രി സുരേഷ്, വെറുതെ പറയരുത്. വിഷ്ണു. പിന്നെ വിഷ്ണു ഉണ്ണീകൃഷ്ണൻ, എന്തായാലും പൊളിക്കട്ട പരിപാടികൾ. പിന്നെ ചമ്പൻചാണ്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ആരെയും പേര് വിട്ടു, ഞാൻ കണ്ടത് ഇവരെയൊക്കെ കേട്ടോ. ഈ നമ്മളായിട്ട് കോമ്പിനേഷൻ ഇല്ലാത്ത ഒരുപാട് വേറെ ആൾക്കാരും ഉണ്ടാവും. അപ്പാനി ശരത്ത് ഉണ്ട്. അപ്പാനിശരത്തുണ്ട്, പുതിയ അറിവായിരുന്നു നമുക്ക്. ഓക്കെ, എന്നാൽ പരിപാടി പൊളിക്കട്ടെ. ഓക്കെ, Thank you for താങ്ക് യു. coming. Thank you. Thank you for coming. ഒരു ഇന്ത്യൻ ഫ്ലൈയിങ് സീറ്റ് അപ്പം ഇന്ത്യ ക്യാമറ ഓഫ് ആയി ഒന്നുകൂടി ചെയ്യും. അതിന്റെ മൈക്ക് വേണം. മൈക്ക് വേണ്ട, ഞാൻ സൗണ്ട് ഇട്ടാണ്ട്. Love you media, love you, love you, love you, love you, love you.